അപ്പോൾ എൻ്റെ മുത്തുക്കൊക്കെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ പുതിയ ആക്ഷൻ ക്യാമറ വാങ്ങിച്ചു. അപ്പോൾ ഞാൻ പുതിയ ആക്ഷൻ ക്യാമറ വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ച് റൈഡും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് ഞാൻ ആക്ഷൻ ക്യാമറ വാങ്ങിച്ചത്. അപ്പോൾ ആക്ഷൻ ക്യാമറ എന്ന് വിചാരിക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ ആദ്യത്തെ ഒരു ആക്ഷൻ ക്യാമറ എന്ന് പറയുന്നത് ഗോപ്രോയാണ്. എൻ്റെ മനസ്സിൽ ഗോപ്രോ തന്നെയാണ് വന്നത്. ഗോപ്രോ വാങ്ങിക്കുക എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ഞാൻ ഗോപ്രോ നോക്കിയപ്പോഴത്തേക്കും നല്ലൊരു ഗോപ്രോ, അതായത് ഹീറോ 7 ബ്ലാക്ക് മുതൽ അങ്ങോട്ടുള്ളതെല്ലാം അടിപൊളി സാധനമാണ്. അപ്പോൾ അത് നോക്കിയപ്പോഴത്തേക്കും ഏകദേശം 30,000 രൂപയ്ക്കകത്ത് ക്യാമറ വില വരുന്നുണ്ട്. അപ്പോൾ ഒരു തുടക്കക്കാരൻ എന്ന നിലയ്ക്ക് ഈ 30,000 രൂപയുടെ ക്യാമറ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നെ സംബന്ധിച്ച്. അപ്പോൾ ഞാൻ കരുതി അത്രയും വലിയൊരു എമൗണ്ടിൻ്റെ ക്യാമറ വേണ്ട. ഇങ്ങനെ പിന്നെ വിചാരിച്ചത് ഏതാണ്, ഡിജി ഓസ്മോ ആക്ഷൻ വാങ്ങിക്കാനാണ്. അപ്പോൾ ആ 20,000 റുപ്പീസിൻ്റെ അകത്ത് അത് കിട്ടും. അപ്പോൾ അത് കുഴപ്പമില്ല, നല്ലൊരു ക്യാമറയാണ്. ഉള്ളിൽ അവർ സപ്ലൈ ചെയ്യുന്നത് ആകെ ഒരു ക്യാമറയും പിന്നെ അതിൻ്റെ USB കേബിള്, പിന്നെ ആക്സസറീസ് ആയിട്ട് 2-3 മൗണ്ട്, പിന്നെ യൂസർ മാനുവൽ മാത്രമാണ്. അപ്പം അതിന് വേണ്ടി മാത്രം 20,000 കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാര്യം വേറെ ഒന്നുമില്ല അതിൻ്റെ അകത്ത്, ആകെ ഈ ഒരു 3-4 സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ നോക്കിയത് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏത് ക്യാമറ ഉണ്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും ഞാൻ കണ്ടത് SJCAM ആണ്. SJCAM ഒരുപാട് മോഡൽസ് ഉണ്ട്. അപ്പോൾ ഇത് അവരുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡലായിരുന്നു. 2018 ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡലാണ് SJCAM 8 PRO എന്നുള്ളത്. അപ്പോൾ ഈ പ്രോ ഞാൻ അങ്ങനെ അതിനെക്കുറിച്ചുള്ള കുറച്ച് റിസർച്ചൊക്കെ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2017 ഇറങ്ങിയ ഡിജി ഓസ്മോ ആക്ഷനിലുള്ള സെയിം പ്രോസസ്സർ, സെയിം ഇമേജ് സെൻസർ തന്നെയാണ് ഈ SJCAM SJ8 PROയിലുള്ളത്. അതായത് ഇമേജ് സെൻസറായിട്ട് അവർ രണ്ടുപേരും ഉൾപ്പെടുത്തിയിരിക്കുന്നത് സോണി IMX377 പ്രോസസ്സറായിട്ട് അംബ്രലയുടെ പ്രോസസ്സറാണ് വരുന്നത്. അപ്പോൾ ഈ അംബ്രല H22 എന്ന് പറയുന്ന ഒരു പ്രോസസ്സറാണ് ഈ SJCAM 8 PROയിലും SJCAM 10 സീരീസിൽ 10 ഫ്ലാഗ്ഷിപ്പിലും അവർ യൂസ് ചെയ്യുന്നത് സെയിം പ്രോസസ്സറാണ്, അംബ്രല H22. വളരെയധികം മികച്ച ഒരു പ്രോസസ്സറാണ് ഈ അംബ്രല H22. ഡിജി ഓസ്മോ ആക്ഷനിൽ വരുന്നതെന്ന് പറഞ്ഞാൽ അംബ്രല H2 മാത്രമാണ്, H2 പ്രോസസ്സറാണ്. അപ്പോൾ ഇത് തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രെയിം റേറ്റിൽ മാത്രമാണ്. അതായത് ഡിജി ഓസ്മോ ആക്ഷനിൽ നമുക്ക് 4K at 90 FPS റെക്കോർഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ SJCAMലാണെങ്കിൽ നമുക്ക് 4K at 60 FPS മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റൂ. ബാക്കിയുള്ളതെല്ലാം ടെക്നിക്കലി സെയിം ആണ്. അതായത് റാം സ്പീഡാണെങ്കിലും റാം ആണെങ്കിലും എല്ലാം സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് SJCAM 8 PRO എന്ന് പറയുന്നത് ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡലായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും. SJCAM 8ൻ്റെ കൂടെ നമുക്ക് കുറേ ആക്സസറീസ് കിട്ടുന്നതാണ്, കുറേ മൗണ്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ വാട്ടർ റെസിസ്റ്റൻറ്റ് കേസ്. അപ്പോൾ ഡിജി ഓസ്മോ ആക്ഷനെ സംബന്ധിച്ച് അത് ബോഡി വാട്ടർ പ്രൂഫ് കേസ് ഇല്ലാതെ തന്നെ നമുക്കത് വെള്ളത്തിലോ ഒക്കെ യൂസ് ചെയ്താലും ഇൻറ്റേർണലി വെള്ളം കയറത്തില്ല എന്നാണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻ. പക്ഷേ ഒരു 20,000 രൂപ ഒരു ക്യാമറ വാങ്ങിച്ച് നമുക്ക് കൊണ്ട് വെള്ളത്തിൽ സ്ട്രൈറ്റ് ഇടാൻ പറ്റത്തില്ല. ഇടാൻ പറ്റും, എന്നാൽ പോലും എന്നെ പോലെയുള്ളവർക്ക് അത് മനസ്സിന് പറ്റത്തില്ല. അതുകൊണ്ട് ഒരു വാട്ടർ പ്രൂഫ് കേസ് വേണം. അങ്ങനെ ഞാൻ ഡിജി ഓസ്മോ ആക്ഷൻ്റെ വാട്ടർ പ്രൂഫ് കേസിനെ കുറിച്ച് നോക്കിയപ്പോഴത്തേക്ക് അതിന് ഏകദേശം 2,000 രൂപ. പിന്നെ ഒരു ക്യാമറ വാങ്ങിക്കുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ ഒരു ആക്സസറീസിൻ്റെ വിലയും കൂടി നോക്കണം. ഓക്കെ ശരി, 2,000 രൂപ ക്യാമറ, 22,000 രൂപ, ഓക്കെ കുഴപ്പമില്ല എന്നുള്ളൊരു ഇതിലോട്ട്. പിന്നെ എന്തായാലും നമ്മളൊരു ആക്ഷൻ ക്യാമറ സംബന്ധിച്ച് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയി ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസല്ല. അപ്പോൾ നമുക്ക് പറ്റുന്നതെന്ന് പറഞ്ഞാൽ ബാറ്ററി ഉടനെ തന്നെ മാറ്റിയിടുക എന്നുള്ളതാണ്. ഡിജി ഓസ്മോ ആക്ഷനെ സംബന്ധിച്ച് ബാറ്ററി വരുന്നെങ്കിൽ തന്നെ ഏകദേശം 3,000 രൂപയോളം ബാറ്ററി വരുന്നുണ്ട്. അപ്പോൾ 25,000 രൂപയായി. പിന്നെ ഒരു എക്സ്റ്റേണൽ മൈക്ക് വേണം, അതിന് ഏകദേശം 3,000 രൂപ വരെ വരും. അപ്പോൾ 28,000 രൂപ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡിജി ഓസ്മോ ആക്ഷൻ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയാൻ പറ്റത്തില്ല. അതിൻ്റെ ആക്സസറീസ് എല്ലാം കൂടി വാങ്ങിച്ച് വരുമ്പോൾ തന്നെ ഏകദേശം ഒരു 35,000 രൂപയോളം. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു ഞാൻ. പിന്നെ നോക്കിയത് ഈ SJCAM 8 PRO ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ വാട്ടർ പ്രൂഫ് കേസ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ മൗണ്ട് വരുന്നുണ്ട്, എല്ലാം ഉണ്ട്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഇതിൻ്റെ വില എന്ന് പറയുന്നത് 17,000 രൂപയാണ്. അപ്പോൾ ഞാൻ വാങ്ങിച്ച സമയത്ത് ഇത് 2,000 രൂപയുടെ ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ 14,999 രൂപയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ SBIയുടെ എൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരം SBIയുടെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് വാങ്ങിച്ചപ്പോൾ അതിലൊരു 1,250 രൂപ കുറഞ്ഞ് കിട്ടി. അപ്പോൾ ടോട്ടൽ എനിക്കൊരു 13,750 രൂപയ്ക്കാണ് ഈ SJCAM എനിക്ക് ഇവിടെ കിട്ടിയത്. അത് വളരെ ഒരു വലിയ ലക്കാണ്. അപ്പോൾ ക്യാമറ കൈ കിട്ടി. ഇനിയിപ്പോൾ സ്ഥിരം പല്ലവൈ പോലെ തന്നെ എനിക്ക് ഇതിൽ കുറച്ച് DIY പ്രൊജക്ട്സ് ഉണ്ട്. അതായത് ഇതിനൊരു എക്സ്റ്റേണൽ മൈക്ക് ഉണ്ടാക്കണം. എക്സ്റ്റേണൽ മൈക്ക്, ഇതിൻ്റെ ഒറിജിനൽ എക്സ്റ്റേണൽ മൈക്ക് 1,299 രൂപ കൊണ്ടാണ് സ്റ്റാർട്ടിങ്. പക്ഷേ അതൊരു മോണോയാണ്. പിന്നെ അതുപോലെ അതിന് ഒരുപാട് ഡിഫക്ട്സ് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. അതുകൊണ്ട് അത് പറ്റത്തില്ല. അതുകൊണ്ട് അതുപോലെ 1,299 രൂപ എടുത്തൊരു മോണോ മൈക്ക് വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് സ്വന്തമായിട്ട് ഉണ്ടാക്കും.
ഒരു സ്റ്റീരിയോ മൈക്ക് തന്നെ ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ഇതിനൊരു ചെസ്റ്റ് മൗണ്ട് വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. ചെസ്റ്റ് മൗണ്ടും ഏകദേശം 2500-3000 രൂപയോളം വില വരും. അതും വേണ്ട, നമ്മളതും DIY ആയിട്ടുണ്ടാക്കുകയാണ്. ഒരു മോണോപാഡ് വേണം. മോണോപാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വെറുതെ ഉള്ള ഒരു ഹാൻഡിലിങ്ങിന് വേണ്ടി മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ മോണോപാഡെന്ന് എനിക്ക് ഒരേ സമയം ഈ എക്സ്റ്റേണൽ മൈക്കും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇത് ചാർജ് ചെയ്യാനും പറ്റുന്ന രീതിക്ക് ഒരു മോണോപാഡ് ഞാൻ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ 2021 SJCAM SJ8 PRO ഒരു നല്ല ഡിവൈസ് തന്നെയാണ്, ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡൽ തന്നെയാണ്. SJCAM 10 Pro വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലതാണ് SJCAM 8 Pro വാങ്ങിക്കുന്ന. കാര്യം ഇതിൽ രണ്ടിലും സെയിം സ്പെസിഫിക്കേഷനാണ്. പിന്നെ മറ്റത് കേസ് ഇല്ലാതെ തന്നെ നമുക്ക് വാട്ടർ പ്രൂഫാണ്. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ അതിനൊരു മികച്ചതെന്ന് പറയാൻ പറ്റൂ. ബാക്കിയുള്ളതെല്ലാം ഇതിന് സെയിം ആണ്. ഇതിൽ വരുന്ന സെയിം പ്രോസസ്സർ, സെയിം ഇമേജ് സെൻസർ, സെയിം സ്ക്രീൻ കാര്യങ്ങളും ബാക്കിയുള്ള ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് SJCAM 8 വാങ്ങുന്നത് തന്നെയായിരിക്കും നല്ലത്. ഇതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് 2020 ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് കുറച്ച് ഫ്രെയിം വെയേഴ്സ് ഉണ്ട്, മോഡിഫൈഡ് ഫ്രെയിം വെയേഴ്സും ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ബിറ്റ് റേറ്റ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ കൂട്ടിയും കുറച്ച് നമുക്ക് ഗോപ്രോയുടെയൊക്കെ അല്ലെങ്കിൽ ഡിജി ഒസ്മോ ആക്ഷൻ്റെ കൂടെ തന്നെ നിർത്താൻ പറ്റുന്ന ഒരു അടിപൊളി ക്യാമറയാണ്. അതിന് ഒരുപാട് ക്യാപ്പബിലിറ്റീസ്, ഹാർഡ്വെയർ കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരുപാട് ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസാണ്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കുറച്ച് ഫ്രെയിം വെയർ മോഡിഫിക്കേഷൻസും കൂടി ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ആ മോഡിഫൈ ചെയ്തിട്ടുള്ള വീഡിയോസും ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ കംപ്ലീറ്റ് ഒരു മോഡിഫിക്കേഷൻ ക്യാമറ എന്ന് കൂടി പറയാം. എന്നെ സംബന്ധിച്ച് ഫോണാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ലിമിറ്റേഷൻ ഒന്ന് ചാടി കിടക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഫോണാണെങ്കിലും ഞാൻ ഒരുപാട് കസ്റ്റം റോംസ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആക്ഷൻ ക്യാമറയും വെറുതെ വിടുന്നില്ല. ആക്ഷൻ ക്യാമറയിലും മോഡിഫിക്കേഷൻ നടത്താൻ പറ്റുന്നതെല്ലാം മോഡിഫൈ ചെയ്ത് മാക്സിമം പെർഫോമൻസ്, എഫിഷ്യൻസി ഒക്കെ ആക്കി മാറ്റും. അപ്പോൾ അതുപോലത്തെ കുറേ വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ SJCAM അല്ലെങ്കിൽ ഇതേപോലെ ആക്ഷൻ ക്യാമറ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും ഇത് ഷെയർ ചെയ്യുക. അവർക്കും ഇതൊരു ഉപകാരമാകുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഉടൻ തന്നെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോ ആയിട്ട് അൺബോക്സിങ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ക്യാമറയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ടിപ്സായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ക്യാമറയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും പിന്നെ നിങ്ങൾക്ക് ഈ ക്യാമറയെക്കുറിച്ച് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ, അതായത് സാമ്പിൾസിന് ആവശ്യമുണ്ടെങ്കിലോ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടുക. ഞാൻ അതിനെല്ലാം റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. എന്തായാലും എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഇടുക. അതേപോലെ തന്നെ ആ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി കുത്തിപ്പൊട്ടിച്ചാൽ നിങ്ങളുടെ മൊബൈലിൽ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്കിന്ന് എൻ്റെ ഈ ക്യാമറയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഗാഡ്ജറ്റ് വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും